നമസ്കാരം. നിങ്ങൾക്ക് തൊഴിൽ തടസ്സമുണ്ടോ? തൊഴിൽ തടസ്സം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പലർക്കും പഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത പഠനമൊക്കെ കഴിഞ്ഞിട്ടും തൊഴിലൊന്നും കിട്ടുന്നില്ല. അതിന് ചെയ്യേണ്ട വഴിപാടുകൾ നമ്മുടെ ജാതകത്തിൽ ആദിത്യ ദശാകാലമോ ആദിത്യനോ മോശമാണോ എന്ന് വിചാരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ചെറിയ തൊഴിലുണ്ടെങ്കിലും ആദിത്യ ദശ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ദശാകാലത്തിൻ്റെ ആദിത്യൻ്റെ അപഹാരത്തിൽ ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാം. അതിന് നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ ആദ്യം നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് അതിൽ ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുന്നത്, ഏത് പ്രായത്തിലാണ് അത് കിട്ടാതിരിക്കാൻ തടസ്സം എന്താണെന്ന് നോക്കുക. എന്നിട്ട് അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും വഴിപാടുകൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആണെങ്കിൽ അത് നല്ലതായിട്ട് ജാതകം പരിശോധിച്ച് അത് ചെയ്യുക. അപ്പം ശിവന് കൂവളമാല തിങ്കളാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ശിവന് കൂവളമാല, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ ശിവന് കൂവളമാല ചാർത്താം. ഏകമുഖ രുദ്രാക്ഷം ധരിക്കാം തൊഴിൽ തടസ്സം ഉണ്ടെങ്കിൽ. പിത്തള നാണയം നദിയിൽ ഒഴുക്കാം. 41 ദിവസം പിത്തള നാണയം 41 ദിവസം നിങ്ങൾക്ക് നദിയിൽ ഒഴുക്കാം. ശർക്കരയോ തേങ്ങയോ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിൽ ഒഴുക്കാം. 41 ദിവസം തുടർച്ചയായിട്ട് നദിയിൽ ഒഴുക്കാം. ഇതൊക്കെ നമുക്ക് തൊഴിൽ തടസ്സം മാറാനായിട്ട് ആദ്യത്തിന് പ്രീതിപ്പെടുത്താനായിട്ടുള്ള ടിപ്സുകളാണ്. അന്ധർക്ക് ആഹാരം കൊടുക്കാം. കണ്ണു കാണാത്ത അന്ധർക്ക് ഭക്ഷണം പൊതിഞ്ഞ ആഹാരമായിട്ട് കൊടുക്കാം. രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന ഭാഗത്ത് തലയുടെ ഭാഗത്ത് ഒരു ചെമ്പ് പാത്രത്തിൽ നല്ല ശുദ്ധമായ ജലം വെച്ച് കിടന്നുറങ്ങാം. രാവിലെ എടുത്ത് അത് കളയാം. ഞായറാഴ്ച ആദിത്യ പൂജ ചെയ്യാം. ആദിത്യ സ്തോത്രം ജപിക്കാം. ആദിത്യ വ്രതം എടുക്കാം. ഇങ്ങനെയുള്ള വഴിപാടുകൾ ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ ഹൃദയം ജപിക്കുക. ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ആദിത്യന് വേണ്ട വഴിപാടുകൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൊഴിൽ തടസ്സങ്ങൾ മാറാനും തൊഴിലിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ്.